നമസ്കാരം, ജനുമാഷാണ്. മലയാളം പഠിക്കാം 10-10 ഭാഗം നമ്പർ 8 ഏവർക്കും സ്വാഗതം. കേരള കലാമണ്ഡലം സ്ഥാപിക്കാൻ ഏറെ പ്രയത്നിച്ച മഹാകവി ആര് എന്നതാണ് ആദ്യ ചോദ്യം. വള്ളത്തോൾ, ഉള്ളൂർ, കുമാരനാശാൻ, കുഞ്ചൻ നമ്പ്യാർ എന്നിവയാണ് ഉത്തരങ്ങളായി നൽകിയിട്ടുള്ളത്. ശരി ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ എന്നാണ്. കേരള കലാമണ്ഡലത്തിൻ്റെ ആദ്യ ചാൻസലർ ആര് എന്നതാണ് അടുത്ത ചോദ്യം. അനന്തകൃഷ്ണൻ, KG പൗലോസ്, ONV കുറുപ്പ്, റാണി ജോർജ് എന്നീ പേരുകളാണ് നൽകിയിട്ടുള്ളത്. ശരി ഉത്തരം KG പൗലോസ് ആണ്. 2007 കലാമണ്ഡലം സർവകലാശാലയായതു മുതൽ അദ്ദേഹമാണ് വൈസ് ചാൻസലർ. ചോദ്യം 3. സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഏത്? കൂത്ത്, കൂടിയാട്ടം, യക്ഷഗാനം, ചവിട്ടുനാടകം എന്നീ ഉത്തരങ്ങളിൽ ശരി ഉത്തരം യക്ഷഗാനം എന്നതാണ്. കേരളത്തിൽ കാസർഗോഡാണ് യക്ഷഗാനത്തിൻ്റെ ആസ്ഥാനം. കേരള ഫോക്ലോർ അക്കാദമി ഏത് ജില്ലയിലാണ് എന്നതാണ് അടുത്ത ചോദ്യം. ശരി ഉത്തരം കണ്ണൂർ എന്നതാണ്. വിവിധ സ്ഥാപനങ്ങളുടെ മുഖപത്രങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ചോദ്യം 5. കാതിലോല, നല്ല താളി ഈ പ്രസ്താവനകൾ ഏതൊക്കെ വ്യക്തികളെയാണ് ബന്ധിപ്പിക്കുന്നത്? ശരി ഉത്തരം ഉണ്ണായി വാര്യർ, കുഞ്ചൻ നമ്പ്യാർ എന്നിങ്ങനെയാണ്. അതിലോല എന്ന് സംസ്കൃതത്തിൽ ചോദിച്ചത് ഉണ്ണായിയും നല്ല താളി, നല്ലത് ആളി എന്ന് മലയാളത്തിൽ ഉത്തരം പറഞ്ഞത് നമ്പ്യാരും ആണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു. ചോദ്യം 6. ശരിയായ ബന്ധം കണ്ടെത്തുക എന്നതാണ്. കലക്കത്ത് ഭവനം, പാലക്കാട് കുഞ്ചൻ നമ്പ്യാർ, തിരൂർ തുഞ്ചൻ പറമ്പ് ഉണ്ണായി വാര്യർ, ഇരിങ്ങാലക്കുട തൃശ്ശൂർ ചെറുശ്ശേരി, കോലത്തുനാട് കണ്ണൂർ എഴുത്തച്ഛൻ എന്നിങ്ങനെയാണ് ഉത്തരങ്ങൾ നൽകിയിട്ടുള്ളത്. ശരി ഉത്തരം കലക്കത്ത് ഭവനം, പാലക്കാട് കുഞ്ചൻ നമ്പ്യാർ എന്നതാണ്. മറ്റുള്ളവയും നമുക്കൊന്ന് ശരിയാക്കി നോക്കാം. തിരൂർ തുഞ്ചൻ പറമ്പ് എഴുത്തച്ഛൻ, ഇരിങ്ങാലക്കുട തൃശ്ശൂർ ഉണ്ണായി വാര്യർ, കോലത്തുനാട് കണ്ണൂർ ചെറുശ്ശേരി എന്നിവയാണ് ശരിയായ ഉത്തരം. ചെറുശ്ശേരി ജനിച്ചത് വടകരയിലാണെന്ന് കരുതപ്പെടുന്ന കാര്യവും ഓർക്കേണ്ടതാണ്. നമ്പ്യാരുടെ ആദ്യ തുള്ളൽ ഏത് എന്നതാണ് 7ാമത്തെ ചോദ്യം. കല്യാണ സൗഗന്ധികം, ധ്രുവചരിതം, സെമന്തകം, ഘോഷയാത്ര എന്നിവയാണ് ഉത്തരങ്ങളായി നൽകിയിട്ടുള്ളത്. ശരി ഉത്തരം കല്യാണ സൗഗന്ധികം എന്നതാണ്. കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളലാണ് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഈ തുള്ളൽ ആദ്യം അരങ്ങേറിയത് അമ്പലപ്പുഴ അമ്പലത്തിലാണത്രേ. ചോദ്യം നമ്പർ 8. നമ്പ്യാരുടെ തുള്ളൽ അല്ലാത്ത കൃതി ഏത്? ശ്രീകൃഷ്ണചരിതം, ബാലിവിജയം, സെമന്തകം, ഘോഷയാത്ര എന്നീ ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം ശ്രീകൃഷ്ണചരിതം എന്നാണ്. ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളം. നളചരിതം കിളിപ്പാട്ടും പഞ്ചതന്ത്രം കിളിപ്പാട്ടും നമ്പ്യാരുടെ തുള്ളലല്ലാത്ത കൃതികളാണ് എന്നുകൂടി ഓർക്കുമല്ലോ. പൊതുവെ തുള്ളൽ കവിതകൾ ഏത് വൃത്തത്തിലാണ് എഴുതപ്പെടുന്നത് എന്നതാണ് 9ാമത്തെ ചോദ്യം. കേക, കാകളി, കളകാഞ്ചി, തരങ്കിണി എന്നിവയാണ് ഉത്തരമായി നൽകിയിട്ടുള്ളത്. ശരി ഉത്തരം തരങ്കിണി എന്നതാണ്. ദ്വിമാത്രം, ഗണമെട്ടെണ്ണം, യതിമധ്യം തരങ്കിണി എന്ന്. തരങ്കിണി തുള്ളൽ വൃത്തം എന്ന പേരിൽ പ്രഖ്യാതമാണ്. അല്ല പയ്യേ, നിനക്കും പക്കത്താണോ ഊണ്? ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. കൈപ്പിഴ വന്നതുകൊണ്ടുള്ള ഗ്രഹപ്പിഴ തുടങ്ങിയ ചൊല്ലുകളുമായി പ്രയോഗവിശേഷങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തി ആര് എന്നതാണ് അടുത്ത ചോദ്യം. ശരിയായ ഉത്തരം കുഞ്ചൻ നമ്പ്യാർ എന്നതാണ്. കൂടുതൽ ചോദ്യങ്ങൾക്കും മലയാളം സംബന്ധിച്ച അധിക വിവരങ്ങൾക്കും മലയാളം മാഷ് ബ്ലോഗ് malayalamjanumash.blogspot.com malayalamjanumash.blogspot.com സന്ദർശിക്കുക. നന്ദി.